ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കുറച്ച് കാർഡ്സ് വെച്ചിട്ടുണ്ട്. ആ കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ടൈം കാർഡ് വെക്കുന്നുണ്ട്. ടൈം കാർഡ് വെക്കുമ്പോൾ ഇന്ന് കാണുന്ന ആ ടൈം ആയിരിക്കില്ല പിറ്റേ ദിവസം കിട്ടുക. സെയിം കാർഡല്ല. ഇവിടെ കുറേ കാർഡ്സ് ഉണ്ട്. കാർഡ്സ് നമ്മൾ ഷഫിൾ ചെയ്തിട്ട് അന്നന്നത്തെ എനർജിയാണ് നമ്മൾ വെക്കുന്നത്. അത് ഞാൻ പറയുന്നുണ്ട്, റെസിനേറ്റ് ആവുന്നവർ സ്വീകരിക്കും, അല്ലാത്തവരത് വിട്ടുകളഞ്ഞോളൂ. നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളിലേക്ക് ആ ടൈം ആകർഷിക്കേണ്ട. ഒത്തിരി പേർക്ക് ആ ടൈം വാലിഡ് ആയിട്ട് കാണുന്നുണ്ട്, എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും പേര് മാത്രം അത് കണ്ടാൽ മതി, അല്ലാത്തവർ വിട്ടുകളഞ്ഞോളൂ. ഇപ്പോൾ ഒരു പേഴ്സൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു, ഇന്നത്തെ ആ ടൈമല്ലല്ലോ വേറൊരു റീഡിങ്ങിൽ കാണണേന്ന്. അതങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കേണ്ട. ഞാൻ പറയുന്നു, 4 കാർഡ് നമ്മൾ വെക്കുമ്പോൾ ആ 4 കാർഡിൽ നിങ്ങൾക്ക് ആകർഷണീയമായ ഒരു കാർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ കാർഡ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അവർ വിചാരിച്ച സമയത്ത് അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ല വിചാരിക്കൂ. അപ്പോൾ അവർ വേറൊരു ഡേറ്റ് ചൂസ് ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് ടൈം കാർഡും. നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു എനർജി ആയിരിക്കില്ല പിറ്റേ ദിവസം. അവരുടെ ചിന്തകൾ മാറാം, അവർ പ്രവർത്തിക്കുന്നത് മാറാം, അല്ലേ? അപ്പം നമ്മൾ കാർഡ്സ് എടുക്കുന്നത് അന്നന്നത്തെ എനർജിയാണ്. അവർക്ക് എങ്ങനെയായിരിക്കും അവർ ലൈഫിൽ അവരെ നോക്കി കാണുന്നത്, നിങ്ങളിലേക്ക് എത്ര ദിവസം കൊണ്ട് വരും. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അവരുടെ പേഴ്സൺ വിളിച്ചു, മെസ്സേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അതെങ്ങനെയാണ്? അവരവരുടെ കാർഡ്, നമ്മൾ പറയുന്ന കാർഡ് അവർ മാനിഫെസ്റ്റ് ചെയ്ത്, ഒരു ഡേറ്റ് അവർ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എനർജീസിന് ആ ഒരു കാർഡ് അവർ ലൈഫിലേക്ക് വാലിഡ് ആവുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാതെ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് വാലിഡ് ആവില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഒരു ഡേറ്റ് നിങ്ങൾ കാണുമ്പോൾ ആ ഡേറ്റ് നിങ്ങൾക്ക് അട്രാക്റ്റ് ആക്കി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. വിശ്വസിക്കൂ. വിശ്വസിച്ചിട്ട് നിങ്ങൾ റീഡിങ് കാണൂ. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ ടൈമിന് അവർ വിളിച്ചു എന്നോ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്, ഈ കാർഡ്സ് എന്ന് പറയുന്നത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഒത്തിരി പേർക്ക് അത് റെസിനേറ്റ് ആവും, ഒത്തിരി പേർക്ക് അത് റെസിനേറ്റ് ആവില്ല. ആവുന്നവർ സ്വീകരിക്കുമെന്ന് ഞാൻ പലപ്പോഴും പറയുന്നതാണ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് ആ ഡേറ്റ് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടില്ല കരുതൂ. അപ്പോൾ നിങ്ങൾ എനിക്ക് പേഴ്സണലായി മെസ്സേജ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഞാൻ നമ്പർ തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്നാ വരികയെന്നറിയാം. വരുമോന്നോ വരില്ല എന്നൊക്കെ അറിയാം കേട്ടോ. ഇനി എന്താ വേണ്ടതെന്നറിയോ? എന്നത്തെയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം റീഡിങ്ങിലേക്ക് പോവാം. എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? 2 കൈകളും ചേർത്ത് വയ്ക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോവാൻ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി, അല്ലാത്തവരത് വിട്ടുകളഞ്ഞോളൂ കേട്ടോ. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. 10 ഓഫ് സോർഡ്സ് കാർഡാണ്. പെയിൻഫുൾ എൻഡിങ് എന്നാണ് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു ക്രൈസിസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യലി ക്രൈസിസ് ആയിരിക്കാം. ആ ക്രൈസിസും നിങ്ങളുടെ വേദനയൊക്കെ എൻഡാവാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഡീപ്പ് ഹീലിംഗിന്റെ ആവശ്യകതയുണ്ടെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നില്ലേ? നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണ്? മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കൂ, ഒത്തിരി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കൂ. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യൂ. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മെഡിറ്റേഷനൊക്കെ ചെയ്ത് മൈൻഡ് കൺട്രോളിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം സാധിക്കും. അതിന് നമുക്ക് ഒരു വിഷൻ വേണം, നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് വേണം. അത് സാധിക്കും, അത് നടക്കുമെന്നുള്ളൊരു വിശ്വാസം വേണം. ആദ്യം തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവനവനെ തന്നെ വിശ്വസിക്കുക. എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും, എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസം ആദ്യം തന്നെ നിങ്ങൾ നേടിയെടുക്കുക. സെൽഫ് ലവ് ചെയ്യൂ. എന്നാലേ നമുക്ക് നമ്മളെ തന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചാലേ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മളെ സെൽഫ് ലവ് ചെയ്യണം. നമ്മുടെ സോളിനെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് കടമകൾ ചെയ്യാനുണ്ട്. നമ്മുടെ ജീവിത ഉദ്ദേശം എന്ന് പറയാൻ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനാണ്. അതിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും. അതൊക്കെ തരണം ചെയ്തു പോകേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അതെങ്ങനെ തരണം ചെയ്യേണ്ടത്? പ്രാർത്ഥനയിലൂടെ, മെഡിറ്റേഷനിലൂടെ, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്ത്, അല്ലേ? അടുത്ത കാർഡ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ആണ്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരൊക്കെ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങി, സ്വയം ഹീലായി തുടങ്ങി. അപ്പോൾ നിങ്ങൾ തന്നെ റിയലൈസേഷൻ ചെയ്യുകയാണ് നിങ്ങളുടെ ജന്മ ഉദ്ദേശം എന്താണ്. നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ലവ് എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്. അത് മാത്രമല്ല നമ്മുടെ കടമ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെന്ന് സെൽഫ് റിയലൈസേഷൻ ചെയ്ത ഒത്തിരി പേരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു, നിങ്ങളെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത്.
നിങ്ങൾ അറിവ് നേടുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അറിവെന്ന് പറയുമ്പോൾ നമ്മൾ പുതുതായിട്ടുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ പാസ്റ്റിനെ കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഒത്തിരി പേര് ഇന്ന് അറിവ് നേടുന്നുണ്ടാവാം അല്ലേ? അറിവ് നേടാന്ന് പറയുമ്പോൾ ഒരു ബുക്ക് പഠിക്കുക എന്നല്ല അർത്ഥം വരുന്നത്. നമുക്ക് അറിവുള്ള ആളുകളിൽ നിന്നുള്ള അറിവ് സ്വീകരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കാര്യങ്ങൾ ഒത്തിരി പഠിക്കുന്നുണ്ടാവാം. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കുന്ന സിറ്റുവേഷനാണ് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത്. പഴയ നിങ്ങളെ അല്ലല്ലോ ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഒത്തിരി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിവും ജ്ഞാനവും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ബോധമൊക്കെ വന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ജഡ്ജ്മെന്റ് ആണ്. നമ്മളെ തന്നെ ഉണർത്തുന്നു, നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുന്നു, നമ്മൾ ആരാണ്, നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ നമ്മൾ പോകുന്നു എന്ന് തന്നെയാണ് ഈ ജഡ്ജ്മെന്റ് കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ന്യൂ ഐഡിയാസ് കൊണ്ടുവരുന്നു. നിങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്തുന്നു, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്തുന്നു, അറിവ് നേടുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ബ്രില്യൻറ്റ് ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് പുതിയ ഒരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡും മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നാച്ചുറൽ ബോൺ ലീഡർ എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു പേഴ്സൺ, ഉറച്ച നിലപാടുള്ള ഒരു പേഴ്സൺ എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം യൂണിവേഴ്സിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പുതുതായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. അത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോരാടാനായിട്ട് നോക്കുന്നത്. നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു എനർജി എന്നും ഇവിടെ കിങ് ഓഫ് വാൻസ് കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഒരു ചേഞ്ചിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനെന്ന് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അത് അവരുടെ സാഹചര്യം മൂലമാണ്. ആ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യുകയാണ് നിങ്ങളിലേക്ക് വരണമെന്ന്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒത്തിരി എഫേർട്ട് എടുക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവരെ സഹായിക്കാനായിട്ട് അവരുടെ സുഹൃത്തുക്കളോ അവരോടൊപ്പമുള്ള 1-2 പേരെ കൂടെ കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് റെസ്റ്റിൻ്റെ ആവശ്യകത പറയുന്നു. റെസ്റ്റിൻ്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ അവർ വർക്കിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് അവർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അവർ വേദനിക്കുന്നു എന്നും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച അതേ വേദന യൂണിവേഴ്സ് അവർക്ക് തിരിച്ചു നൽകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. കാരണം ഹൃദയം നുറുങ്ങിയ, ഹൃദയം വേദനയോട് കൂടിയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് വേദനിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളും ഇതുപോലെ വേദനിച്ചിട്ടില്ലേ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയപ്പോൾ ആ ഒരു കാര്യം അവർക്ക് തിരിച്ചു കിട്ടുന്നു. യൂണിവേഴ്സ് അവർക്കത് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് പെൻഡക്കിളാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. സാമ്പത്തികപരമായിട്ട്, ഫിനാൻഷ്യൽ പരമായിട്ട് സ്റ്റെബിലിറ്റി ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് നേടിയ ഒരു സ്റ്റെബിലിറ്റിയാണ് കേട്ടോ. ചുമ്മാ അവരുടെ കയ്യിലേക്ക് സ്റ്റെബിലിറ്റി വന്നതൊന്നല്ല. അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് ഇന്ന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. എത്ര കണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും അവർ ഇന്ന് നേടിയെടുത്ത ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് എല്ലാം ഉണ്ട്. അവരാഗ്രഹിച്ച എല്ലാ കാര്യമുണ്ട്. നിങ്ങളില്ല എന്ന് അവർ ചിന്തിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. വിഷമിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് എല്ലാം കൊണ്ട് തികഞ്ഞൊരു വ്യക്തിയാണ്. അവരുടെ കരിയർ നോക്കുകയാണെങ്കിലും ഗ്രോത്ത് തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ നിങ്ങളില്ലാത്ത ഒരു വേദന അവർക്ക് ഉണ്ടെന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് സോർട്സ് കാർഡാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. റെസ്റ്റ് ഇല്ലാതെ ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. വർക്കിൽ അത്രമേൽ കൈപുണ്യമുള്ള ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത്. അവർ ചെയ്യുന്ന ആ കാര്യം എന്ന് പറയുന്നത്, അവർ ചെയ്യുന്ന ആ കരിയർ എന്ന് പറയുന്നത് അത്രമേൽ അത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. ആ ഒരു കാര്യത്തിൽ അവർ വളരെ ലക്കിയാണെന്ന് പറയുന്നു. ചെയ്യുന്ന കാര്യമൊക്കെ സക്സസിനെ കൊണ്ടുവരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഒറ്റയ്ക്ക് പോരാടുന്ന, ഒറ്റയ്ക്ക് എനർജറ്റിക് ആയിട്ട് ഹാർഡ് വർക്കായിട്ട് പോരാടുന്ന, കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നൈറ്റ് ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നത്.
അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ മജീഷ്യനാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഒത്തിരി സ്കില്ലുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നാച്ചുറൽ ടാലൻ്റ് ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നു. പവർ ഓഫ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ കഴിവുള്ളൊരു പേഴ്സൺ എന്നാണ് പറയുന്നത്. മജീഷ്യൻ കാർഡ് വേറൊരു കാര്യം കൂടി മീൻ ചെയ്യുന്നുണ്ട്. അവർ ആഗ്രഹിച്ച കാര്യം നേടാൻ പോകുന്നു. അവർ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നാണ്. അവർ മാത്രമല്ല, നിങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പേഴ്സൺ ഒന്ന് കണ്ടാൽ മതി, എനിക്കൊന്ന് സംസാരിച്ചാൽ മതി, അത്രമേൽ പ്രണയം എന്നിലുണ്ടെന്ന് അവരൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി എന്ന് ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ? അങ്ങനെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് ഉണർത്തിയെടുത്തിട്ടുണ്ട്. എന്താഗ്രഹവും സാധിക്കാം എന്ന് തോന്നുന്ന വിധം നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. വിശ്വസിക്കാതെ നമുക്ക് സാധിക്കൂ? ഇല്ലല്ലോ. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ സാധിക്കുള്ളൂ. സംശയത്തോട് കൂടിയിട്ട് അത് സാധിക്കുമോ സാധിക്കില്ലേ എന്ന് സംശയത്തോടു കൂടി നമ്മൾ നോക്കി നമുക്ക് കിട്ടുമോ? ഇല്ല. എന്തൊരു കാര്യത്തിലും നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ നല്ല ചിന്ത വേണം, നല്ല മനസ്സ് വേണം. അത് സാധിക്കും, അത് നേടിയെടുക്കാനായിട്ട് എനിക്ക് കഴിയുമെന്നുള്ളൊരു വിശ്വാസവും വേണം. എന്നാലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരുള്ളൂ. അങ്ങനെ വിശ്വാസം ഉള്ളവർക്കൊക്കെ അവരുടെ പേഴ്സൺ അവരെ കോണ്ടാക്ട് ചെയ്തായിട്ടും അവരുമായിട്ടുള്ളൊരു റിയൂണിയനൊക്കെ സാധ്യമായിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അങ്ങനെ പോസിറ്റീവ് തിങ്ക് ഇല്ലാണ്ട് സംശയത്തോടു കൂടി നോക്കുന്ന എനർജീസിനാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് വൈകുന്നത് അല്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യൂ, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളിലേക്ക് കൺട്രോളിലാക്കൂ. എന്നിട്ട് നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് ചെയ്യൂ. നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പഠിക്കുക, എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് പഠിക്കുക. എല്ലാവരും യൂണിവേഴ്സിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും അത് സാധിച്ചൊന്നും വരില്ല, നല്ല വ്യക്തികൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ അല്ലേ? അപ്പം നിങ്ങൾ നല്ല വ്യക്തിയാണെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ എന്തെങ്കിലും ഒരു കുറവുണ്ടാവില്ലേ? ആ കുറവുകളൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? എങ്ങനെ പരിഹരിക്കുക? നമ്മൾ യൂണിവേഴ്സിനോട് അത്രമേൽ പ്രാർത്ഥിക്കണം. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ലല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കുറവുകളുണ്ട്. ആ കുറവുകളെല്ലാം നികത്താനായിട്ട് നമുക്ക് തന്നെ സാധിക്കുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ വളർത്തിയെടുക്കണം. നമുക്ക് നമ്മുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ഈ യൂണിവേഴ്സിലേക്ക് വന്നത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്. ആ ജന്മ ഉദ്ദേശം സാധിക്കുമ്പോൾ നമുക്ക് തിരിച്ചു മടങ്ങി പോകേണ്ടി വരും അല്ലേ? ഈ കുഞ്ഞൊരു ലൈഫാണ്, ചെറിയൊരു ലൈഫാണ്. ആ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കണം അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ള വ്യക്തികളുടെ കൂടെ ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ആദ്യം ഫോക്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ പേഴ്സൺ നമ്മളിലേക്ക് മടങ്ങി വരുവാനും പ്രാർത്ഥിക്കാം അല്ലേ? ഇവിടെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്ന ഡെവിൾ കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ലേറ്റ് ആവുന്നതിന് കാരണം ഡെവിൾ എനർജിയാണ്, തേർഡ് പാർട്ടി ആണെന്ന് ഇവിടെ കാർഡ്സ് പറയുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്ന്. നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവരൊരുക്കാണ്. എന്നാൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അവരെ നിങ്ങളിലേക്ക് എത്താനായിട്ട് വൈകിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. വ്യക്തികളെന്ന് പറയുമ്പോൾ ഫാമിലി ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, കരിയർ ആവാം, ഇനി ലഹരിയുടെ ഉപയോഗവും ആവാം. മനസ്സിലായോ? അതൊരു വസ്തുവായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. താല്പര്യമുള്ളവർ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ കുറേ നാളായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. വരാതാകുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവില്ലേ? അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അല്ലേ? അപ്പോൾ താല്പര്യമുള്ളവർ പ്രാർത്ഥിക്കൂ, മാനിഫെസ്റ്റ് ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് അട്രാക്റ്റൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കൂ. ഇനി നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടേ കാർഡ്സ് ഒന്നെടുക്കാം. കാർഡ്സ് എന്ന് പറയുമ്പോൾ ടൈം കാർഡ്. ഇന്ന് കാണുന്ന ടൈം കാർഡ് ആയിരിക്കില്ല നാളെയും കിട്ടുന്നത്. അത് ഇങ്ങനെ കുറേ എനർജീസ് ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് വൈകുന്നതും ടൈം കാർഡ് മാറിപ്പോകുന്നതും കേട്ടോ. ഇവിടെ ടൈം കാർഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ടൈം കാർഡ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. എന്തുകൊണ്ടാണെന്ന് ഞാൻ റീസൺ പറഞ്ഞു. ഇവിടെ ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അവർ മുന്നോട്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരെ പിന്നിലേക്ക് വലിക്കുക എന്ന് പറയില്ലേ? അപ്പം നിങ്ങൾക്ക് അവരെ കിട്ടാതെ വരാനായിട്ട് ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. നമുക്കിനി കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഈ നവംബർ മന്തിൽ നിന്നാണ്, നവംബർ മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ.
നോട്ട് പോസിബിൾ എന്നാണ് സെക്കൻഡ് കാർഡ് കിട്ടിയിരിക്കുന്നത്. അത് കുറേ പേർക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ വരാനായിട്ട് ചാൻസ് ഇത്തിരി കുറവാണെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അപ് ടു നെക്സ്റ്റ് ജൂലൈ എന്ന് കാണിക്കുന്നു. ജൂലൈ മാസം വരെ വെയിറ്റ് ചെയ്യൂ കേട്ടോ. കുറച്ച് പേർക്കൊക്കെ 17 ഡേയ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 കാർഡ്സിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കറിയാലോ ഏകദേശം നിങ്ങളുടെ പേഴ്സൺ എന്നാ വരിക, എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന്. അപ്പോൾ നിങ്ങളത് അട്രാക്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം നിംസ്.